ഹലോ എവരി വൺ, വെൽക്കം ടു ഇൻഫിനിറ്റി എഡ്യു ഹബ്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം രണ്ടാമതും വന്നിരിക്കുകയാണ്. അറിയാലോ, കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസത്തെയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പേജിൽ തന്നെ നോക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ കയറാനൊക്കെ മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 10 കറണ്ട് അഫെയർ ആണ് നമ്മൾ ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നത്. സോ ഈ 10 ദിവസത്തെ കറണ്ട് അഫെയർ നിങ്ങൾ നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് കേരള PSC ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 10 ആയതുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം 10 എന്നുള്ള രീതിയിൽ തരുന്നത്. ഒരു ക്യാപ്സ്യൂളാക്കി കണക്കാക്കി നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും 10 വീതം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള PSCയിൽ വരുന്ന 50% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മളിടുന്ന ഈ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ കണ്ട് അത്യാവശ്യം ബേസിക് ഫാക്ട്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിട്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ റിട്ടുകളെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നിയമപരമായ കടമകൾ നിർവഹിക്കാൻ ഭരണകൂടത്തെയോ മറ്റ് പൊതുസ്ഥാപനങ്ങളെയോ നിർബന്ധിച്ചുകൊണ്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും, ആരാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഓക്കെ, അപ്പൊ സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് റിട്ട് പുറപ്പെടുവിപ്പിക്കുക. അപ്പോൾ അധികം ചില ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കുന്നതിൽ ഹൈക്കോടതി ഉണ്ട്, സെഷൻസ് കോടതി ഉണ്ട്, അതുപോലെ തന്നെ ലോവർ കോർട്സിനൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. അപ്പം എന്തായാലും ഓർമ്മിച്ച് വെക്കുക, സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നീതി ലഭിക്കുക എന്നതാണ് റിട്ടുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ റിട്ടുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഒരു വ്യക്തിയുടെ മൗലിക അവകാശം നേരിച്ച എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ റിട്ടുകൾ കൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് ഞങ്ങൾ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് നിങ്ങൾ പറയുന്ന പോലെ PSC മാത്രമല്ല, SSC ആയാലും UPSC ആയാലും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമർജൻസി ആയിട്ടുള്ള, അത് നിങ്ങൾക്ക് എക്സാമിന് നല്ല ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങളുടെ റൈറ്റ്സുകളെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിപ്പിക്കാൻ അധികാരമുണ്ട്. ഓർത്തു വെക്കുക, സുപ്രീം കോടതി ആണെങ്കിൽ 32ഉം ഹൈക്കോടതി ആണെങ്കിൽ 226 പ്രകാരവുമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം കൊടുത്തിട്ടുള്ളത്. അപ്പൊ റിട്ടുകൾ ഏതൊക്കെയാന്ന് നോക്കിയാലോ. നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് നോക്കുന്ന ഫസ്റ്റ് ആണ് ഹേബിയസ് കോർപ്പസ് റിട്ട്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ശരീരം ഹാജരാക്കാം എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ച ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ ഈ റിട്ട് ഉപയോഗിക്കുന്നു. നമുക്കറിയാം, പല കേസുകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരാളെ കരുതൽ തടങ്കലിൽ വെക്കുന്നതോ അല്ലെങ്കിൽ ചില നമ്മൾ കണ്ടിട്ടുള്ള ചില പ്രണയബന്ധങ്ങളൊക്കെ കുറച്ച് നിങ്ങൾക്കും കൂടി മനസ്സിലാകുന്ന രീതിയിൽ പറയാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലവർ, ഒരു പെൺകുട്ടിയോ അല്ല ആൺകുട്ടിയോ ആരോ ആയിക്കോട്ടെ, അപ്പൊ അവരെ ആരെങ്കിലും ഒരാള് അവരുടെ വീട്ടു തടങ്കിൽ വെച്ചിട്ടുണ്ട്, എവിടെയുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇല്ല, അല്ലെ അവർ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് കടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഹേബിയസ് കോർപ്പസ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്താൽ എന്താണ്? അവരെ ഒരു സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണം. അത് ജീവനോടെയോ അല്ലാതെയോ ഏത് രൂപത്തിലാണെങ്കിലും ഹൈക്കോടതി അല്ലെ സുപ്രീം കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. ആ കടമ നിർവഹിക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ്. അതിന്റെ ഉദ്ദേശം എന്താ? നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ച ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ ഈ റിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ തടവിലാക്കിയ വ്യക്തിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ അധികാരികളോട് കോടതി ആവശ്യപ്പെടുന്നു. അതായത് പോലീസിനോട് കോടതി ആവശ്യപ്പെടുന്നതാണ് ഹെർബിയസ് കോർപ്പസ്. തടങ്കൽ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ ആ വ്യക്തിയെ ഉടൻ തന്നെ സ്വതന്ത്രമാക്കാൻ കോടതി ഉത്തരവിടും. സോ അങ്ങനെ നിയമവിരുദ്ധമായിട്ട് ഒരാളെ ഇതാക്കുകയാണെങ്കിൽ, അതായത് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്. റൈറ്റ് ടു ഫ്രീഡം നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഹെർബിയസ് കോർപ്പസ് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഹെർബിയസ് കോർപ്പസ് കൊടുക്കുന്നതിലൂടെ കോടതി അത് സ്വീകരിക്കുകയാണെങ്കിൽ ആ ആളെ ജീവനോടെയോ അല്ലാതെയോ ഏത് രൂപത്തിലാണെങ്കിലും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. അതിനായി ഉപയോഗിക്കുന്ന റിട്ടാണ് ഹെർബിയസ് കോർപ്പസ്. രണ്ടാമത്തെ റിട്ട് നോക്കാം, അതാണ് മാൻഡമസ് റിട്ട്. എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മാൻഡമസ് റിട്ടിന്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു. ആദ്യം നമ്മൾ പഠിച്ചത് ഹെർബിയസ് കോർപ്പസ് ആണ്. രണ്ടാമത് നോക്കുന്നത് മാൻഡമസ്
റിട്ട് ആണ്. മാൻഡമസ് റിട്ടിന്റെ ഉദ്ദേശം എന്താ? ഒരു പൊതു അധികാരി, സ്ഥാപനം അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവരുടെ ഔദ്യോഗിക കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ അത് ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ്. അതായത് നിങ്ങളൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങളൊരു കാര്യം അവിടെ ഇതാക്കുന്നു എന്ന് വെച്ചാൽ ഒരു ഫയലിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അത് അവിടെ റെഗുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ മാൻഡമസ് റിട്ട് ഫയൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നടത്താവുന്നതാണ്. അടുത്ത മൂന്നാമത് വരുന്നതാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നോർമലി ഇംഗ്ലീഷിൽ പ്രൊഹിബിറ്റ് ഒരു സ്ഥലത്തേക്ക് കയറാൻ പാടില്ല എന്ന് പറയില്ല, തടയുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. സോ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് തടയുക. ഇതിന്റെ ഉദ്ദേശം എന്താണ്? തങ്ങളുടെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു കേസ് പരിഗണിക്കുന്നതിൽ നിന്നും ഒരു കീഴ്ക്കോടതിയെ തടയാൻ ഒരു മേൽക്കോടതി ഈ റിട്ട് പുറപ്പെടുവിക്കുന്നു. ഇത് ജുഡീഷ്യൽ അധികാര പരിധിയിൽ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. അതായത് കീഴ്ക്കോടതിക്ക് നമുക്ക് ലിമിറ്റുകൾ ഉണ്ട് അല്ലെ? എല്ലാ കോടതിക്കും കീഴ്ക്കോടതിയാണെങ്കിൽ ഏറ്റവും പരമോന്നതമായുള്ള കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇതിന്റെ കൂടെ തന്നെ ഓർത്ത് വെച്ചോളൂ, സുപ്രീം കോടതി എന്ന് പറയുന്ന കൺസെപ്റ്റ് എവിടുന്നാ വന്നത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തത്. ഇതിന്റെ കൂടെ തന്നെ ഓർത്ത് വെക്കുക. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന പല കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടേത്. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിപ്പോ ജസ്റ്റ് നമ്മൾ റിട്ടിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ഇത് ഞാനിപ്പോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസിലും ഈ റിട്ടിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് റിട്ടുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും പല കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഓർത്ത് വെക്കുക, ഞാൻ അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം അടക്കം കൊടുത്തിട്ടുള്ളത്. ഈ അർത്ഥം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പൊ പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുമ്പോൾ തടയുക എന്നതാണ്. അപ്പൊ തടയുക എന്നുള്ളത് എന്താണ്? അധികാര പരിധി തടയുന്നതാണ് കോടതി. അതായത് മേൽക്കോടതി കീഴ്ക്കോടതിയെ അധികാര പരിധി തടയുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്ത റിട്ടാണ് സെർഷ്യറി റിട്ട്. സെർഷ്യറി എന്ന് വെച്ചാൽ എന്താ? വിവരമറിയുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക. വിവരമറിയുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക എന്ന അർത്ഥം വരുന്നതാണ് സെർഷ്യറി റിട്ട്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു കീഴ്ക്കോടതിയുടെ ഉത്തരവോ തീരുമാനമോ റദ്ദാക്കുവാനോ അവർ പരിഗണിക്കുന്ന ഒരു കേസ് മേൽക്കോടതിക്ക് മാറ്റാനോ ഈ റിട്ട് ഉപയോഗിക്കുന്നു. ഒരു കീഴ്ക്കോടതിയുടെ ഉത്തരവ്, അതായത് ഇപ്പൊ ഒരു കീഴ്ക്കോടതി ഒരു ഉത്തരവ് തരികയാണെങ്കിൽ അഥവാ തീരുമാനമോ എടുക്കുകയാണെങ്കിൽ അത് റദ്ദാക്കാൻ ആർക്ക് പറ്റും? മേൽക്കോടതിക്ക് പറ്റും. തെറ്റായ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് കോടതി പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിനെ തടയുക എന്നതാണ് മേൽക്കോടതിക്കുള്ള അധികാരം. അതിനു വേണ്ടിയിട്ടാണ് സെർഷ്യറി റിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. കീഴ്ക്കോടതി അധികാര പരിധിയിൽ ലംഘിച്ചാലോ നിയമപരമായ പിഴവുകൾ വരുത്തിയാലോ ഇത് സാധാരണയായി പുറപ്പെടുവിക്കാറുള്ളത്. അപ്പോൾ കീഴ്ക്കോടതി ഏതെങ്കിലും തരത്തിൽ ഒരു ബയാസ്ഡ് ഉണ്ടാവില്ല, നമുക്കറിയാം കോടതി ജുഡീഷ്യറി സിസ്റ്റം ബയാസ്ഡ് അല്ലാത്ത ഒന്നാണ്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ജഡ്ജ്മെന്റ് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അതിനെ തടയാൻ വേണ്ടി അപ്പലേറ്റ് കോടതി അഥവാ മുകളിലത്തെ കോടതി എന്ന് പറയും, നമ്മളെ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷ്യറി റിട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത റിട്ടാണ് കോ വാറന്റോ റിട്ട്. അടുത്ത റിട്ടാണ് കോ വാറന്റോ എന്താണ്? ഏത് അധികാരം ഉപയോഗിച്ച് എന്നതാണ് ഇതിന്റെ അർത്ഥം. ഏത് അധികാരം ഉപയോഗിച്ചിട്ടാണ്? കോ വാറന്റോ. ഒരു വ്യക്തി വഹിക്കുന്ന പൊതു പദവിയുടെ നിയമസാധുത ചോദ്യം ചെയ്യാൻ ഒരു റിട്ട് ഉപയോഗിക്കുന്നു. നിയമപരമല്ലാത്ത രീതിയിൽ ഒരാൾ ഒരു പൊതു പദവിയിൽ പ്രവേശിച്ചാൽ ആ പദവിയിൽ തുടരുന്നതിൽ നിന്ന് അയാളെ തടയാൻ കോടതിക്ക് ഈ റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കും. അതായത് ഇല്ലീഗലായിട്ട് ഒരാളെ ജോലിക്ക് കയറുകയോ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് കോ വാറന്റോ റിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ റിട്ടും ഒന്നും കൂടി ഓർത്ത് വെക്കുക. 5 റിട്ടാണ് നമുക്കുള്ളത്. ഹെർബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ ഉണ്ട്, സെർഷ്യറി ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്. അപ്പൊ ഈ റിട്ടുകളെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് നമ്മുടെ പേജ് ഫോളോ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫുൾ ക്ലാസ്സസ് ഇതുപോലുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സസും നമ്മൾ യൂട്യൂബിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ ഒരാളോടും ഫോഴ്സ് ചെയ്തിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും പല രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ ക്ലാസ് കാണുകയും അതിനെ കുറിച്ച് നോട്ട്സ് ഉണ്ടാക്കുകയും അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PSC എക്സാം ഒട്ടനെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അപ്പോൾ ബൈ.